തമിഴ്നാട്ടിലെ DMK സർക്കാരിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കറപ്ഷൻ, മാഫിയ, ക്രിമിനൽ എന്നീ വിശേഷണങ്ങൾ എടുത്തു പറയാവുന്ന CMC സർക്കാരാണ് തമിഴ്നാട്ടിലേത്. DMKയുടെ ദുർഭരണത്തിൽ നിന്ന് തമിഴ്നാട് മോചനം ആഗ്രഹിക്കുന്നുവെന്നും നരേന്ദ്രമോദി ചെങ്കൽപ്പേട്ട് മധുരാന്തകത്ത് NDA റാലിയിൽ സംസാരിക്കവേ വ്യക്തമാക്കി. NDAയുടെ പുതിയ സഖ്യകക്ഷി നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു റാലി. आपने DMK को 2 बार क्लियर मैंडेट दिया, लेकिन इन्होंने तमिलनाडु की जनता का भरोसा तोड़ा। DMK ने वादे ढेर सारे किए, लेकिन काम जीरो रहा। DMK सरकार को अब लोग CMC सरकार कह रहे हैं। CMC सरकार यानी करप्शन, माफिया और क्राइम को बढ़ावा देने वाली सरकार. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എന്തായാലും തമിഴ്നാട്ടിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. DMK സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു. CMC സർക്കാരാണ് തമിഴ്നാട് ഭരിക്കുന്നതെന്ന് പറയുന്നു. മാറ്റം അനിവാര്യമാണെന്നും പറയുന്നു. മറ്റ് വിശദാംശങ്ങൾ ജിഷ്ണു. അനിൽ നമ്പ്യാർ, തമിഴ്നാട് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്നും DMKയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്നുള്ളതുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. തമിഴ്നാട്ടിൽ NDAയുടെ BJP നേതൃത്വം നൽകുന്ന NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ചെങ്കൽപ്പേട്ട് മധുരാന്തകത്ത് നടന്നിട്ടുള്ള പരിപാടിയിൽ BJP ഒപ്പം NDAയുടെ ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്തു. ആ റാലിയിലാണ് തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചിട്ടുള്ളത്. ആ തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗത്തിലാണ് തമിഴ്നാട് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്, ആ സന്ദേശമാണ് എനിക്ക് മുന്നിലെത്തിയിട്ടുള്ള ജനക്കൂട്ടം നൽകുന്നത്. ഒപ്പം DMKയുടെ കൗണ്ട് ഡൗൺ തമിഴ്നാട്ടിൽ ആരംഭിച്ചു. കഴിഞ്ഞ 2 തവണ ജനങ്ങൾ DMKക്ക് പൂർണ്ണ ബഹുമതിയോടുകൂടി ഭരണത്തിന് അനുവാദം നൽകി. എന്നാൽ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം പോലും പാലിക്കാൻ സ്റ്റാലിൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. DMK സർക്കാർ എന്നുള്ളത് മാഫിയയും അഴിമതിയും കുറ്റകൃത്യവും മാത്രം നിറഞ്ഞ സർക്കാരായി മാറി. അതുകൊണ്ട് സർക്കാരിനെ അല്ലെങ്കിൽ DMKയെ തമിഴ്നാട്ടിൽ നിന്ന് പുറത്താക്കും, തമിഴ്നാട്ടിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ വരും എന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. തമിഴ്നാടിനെ വികസിതവും അഴിമതിരഹിതവുമായിട്ടുള്ള സംസ്ഥാനമാക്കി മാറ്റണം എന്ന കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒപ്പം പൊങ്കൽ ഉത്സവ വേളയിൽ ഈ വർഷം ആദ്യമായി തമിഴ്നാട്ടിലെത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തിൽ തമിഴ്നാട്ടിൽ നിന്നും നിരവധി ധീരർ വീരർ നേതാജിക്കൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും അവരെയെല്ലാം ഓർക്കുകയാണെന്നും തമിഴ്നാട്ടിൻ്റെ മനസ്സിൽ എപ്പോഴും ധീരതയും ദേശസ്നേഹവും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. അനിൽ നമ്പ്യാർ. DMK സർക്കാരിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കറപ്ഷൻ, മാഫിയ, ക്രിമിനൽ എന്നീ വിശേഷണങ്ങൾ എടുത്തു പറയാവുന്ന CMC സർക്കാരാണ് തമിഴ്നാട്ടിലേത്. DMKയുടെ ദുർഭരണത്തിൽ നിന്ന് തമിഴ്നാട് മോചനം ആഗ്രഹിക്കുന്നുവെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി.